ഞാൻ ഫ്ലൂട്ട് പഠിച്ചത് യൂട്യൂബ് നോക്കി കേട്ടോ. യൂട്യൂബിനകത്ത് ഫ്ലൂട്ട് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പല ചാനലിൽ നോക്കിയിട്ടാണ് ഞാൻ പഠിച്ചത്. അല്ലാതെ എന്നെ ആരും പഠിപ്പിച്ചതല്ല. പതിയെ പതിയെ പ്രാക്ടീസ് ചെയ്ത് നോക്കി അങ്ങനെ കുറച്ച് നാളെടുത്ത് പഠിച്ചതാണ്. അപ്പം നല്ലൊരു ബ്രാൻഡ് ഫ്ലൂട്ട് ആദ്യം മേടിക്കുക എന്നുള്ളതാണ്. അടുത്തത് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലൂട്ട് ഊതി അടുത്ത് ശബ്ദം വരുത്താൻ എല്ലാവരെ കൊണ്ടും പറ്റത്തില്ല. ചിലവരെ കൊണ്ട് അത് കറക്റ്റ് ശബ്ദം വരുത്താൻ പറ്റത്തുള്ളൂ. ഫ്ലൂട്ട് നമ്മൾ എങ്ങനെ പിടിക്കണ്ടേ, ആ ഒരു ഇത് പഠിക്കണ്ടേ. ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫ്ലൂട്ട് അത് വാങ്ങുമ്പോൾ തന്നെ ലെഫ്റ്റ് ഹാൻഡർക്ക് ലെഫ്റ്റ് ഹാൻഡ് ഫ്ലൂട്ടും റൈറ്റ് ഹാൻഡർക്ക് റൈറ്റ് ഹാൻഡ് ഫ്ലൂട്ടും വേണം മേടിക്കാൻ. മാറിപ്പോകരുത്. ഫ്ലൂട്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. ഊതുമ്പോൾ കറക്റ്റ് സൗണ്ട് കേൾക്കത്തില്ല. ഹിന്ദുസ്ഥാനി ഫ്ലൂട്ട് അതാണ് ഞാൻ പഠിച്ചത്. ആ ഒരു സ്റ്റൈലിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ നമ്മൾ സരിഗമ പഠിച്ച് ആരോഹണവും അവരോഹണവും നല്ല സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ വായിക്കാൻ പഠിച്ച ശേഷം പിന്നെ ഇതിന്റെ കുറച്ച് എക്സസൈസുകളുണ്ട്. എന്ന് വെച്ചാൽ ഫിംഗറിന്റെ സ്പീഡ് കൂടാനും ഒക്കെ കുറച്ച് എക്സസൈസുകളുണ്ട്. ഇതും നമ്മൾ നല്ലപോലെ പഠിക്കണം. നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗർ അതേപോലെ സ്പീഡിൽ പോകണം. മനസ്സിൽ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഊതുന്ന സമയത്ത് നമ്മുടെ ഫിംഗർ അതേപോലെ ചെല്ലണം. നോക്കാൻ പാടില്ല, നോക്കാതെ എല്ലാ സ്ഥലത്തും ഫിംഗർ ചെല്ലണം. ആ ഒരു പരുവത്തിൽ നമ്മൾ വായിച്ച് പഠിക്കണം. അതിനുശേഷം ചെറിയ ചെറിയ പാട്ടുകൾ, കൊച്ചു കൊച്ചു പാട്ടുകളുണ്ട്. ഈ ഞാൻ തന്നെ നമ്മുടെ ചാനലിൽ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. ഈ ഹാപ്പി ബർത്ത്ഡേ, എയർടെൽ ട്യൂൺ പോലുള്ള ചെറിയ ചെറിയ ട്യൂണുകളുണ്ട്. ഇത് പിന്നീട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ഒരു ചെറിയ ചെറിയ പാട്ടുകൾ പോലെ തന്നെ ചെറിയ ചെറിയ ട്യൂണുകളുണ്ട്. അത് കേട്ടും മനസ്സിലാക്കിയും വായിച്ചും ഫിംഗറും ഇതൊക്കെ നമ്മൾ പഠിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫിംഗറിന്റെ കുറച്ച് ടിപ്സ് ഉണ്ട്. വിരൽ ഉപയോഗിച്ചുള്ള കുറച്ച് ടിപ്സ് ഉണ്ട്, അത് പഠിക്കണം. പിന്നെ നമ്മുടെ വാ വെച്ച് കുറച്ച് സംഭവങ്ങളുണ്ട്, അതും പഠിക്കണം. അത് കഴിഞ്ഞിട്ട് വേറൊരു സംഭവമുണ്ട്. അതാണ് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നത്. കോമൽ സ്വരങ്ങൾ എന്ന് പറഞ്ഞ സ്വരങ്ങളാണ്. ഈ വലിയ സ്വരങ്ങളുടെ എല്ലാം ഇടയ്ക്ക് ചെറിയ ചെറിയ സ്വരങ്ങൾ വരുന്നുണ്ട്. അത് ഇച്ചിരി ടഫാണ്. എല്ലാവർക്കും ഒന്നും അത് പെട്ടെന്ന് തന്നെ കിട്ടണം എന്നില്ല. അത് കുറച്ച് ഞാൻ തുടക്കത്തിലേ അത് പഠിച്ചിട്ടില്ല. ഇതെല്ലാം പഠിച്ച ശേഷം പാട്ടൊക്കെ വായിക്കാൻ തുടങ്ങിയ ശേഷമാണ് കോമൽ സ്വരങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. ഒരു പാട്ടിൽ ഒരു കോമൽ സ്വരം ഉണ്ടെങ്കിൽ അത് തന്നെ പ്രാക്ടീസ് ചെയ്ത് അത് പഠിക്കുകയോ ചെയ്ത്. അതിന് പ്രത്യേകം ഞാൻ പഠിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ എന്റെ യൂട്യൂബിൽ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, പ്രൊഫഷണലി പഠിച്ച ഒരാളല്ല ഞാൻ. എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പഠിച്ച രീതിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. പ്രൊഫഷണലി പഠിക്കണമെങ്കിൽ നിങ്ങൾ അല്ലാതെ തന്നെ പോയി പഠിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നോക്കി നിങ്ങൾക്ക് പഠിക്കാം. ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ തന്നെ ഞാൻ എന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ചാനലിന്റെ. അവിടെ ക്ലിക്ക് ചെയ്ത് നേരെ നിങ്ങൾക്ക് ചാനലിൽ വന്നിട്ട് അത് മാത്രം പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഫ്ലൂട്ട് പഠിക്കുന്നതിന്റെ പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അത് കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു പാട്ട് പാടണമെങ്കിൽ വേറെ എങ്ങും പോയി പഠിക്കാനുള്ള നിവൃത്തി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ചാനലിൽ കയറി നോക്കാം, അത് പഠിക്കാം. അത്യാവശ്യം ഒരു ചെറിയ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, പ്രൊഫഷണലി പഠിച്ച ഒരാളല്ല ഞാൻ. എനിക്ക് അറിയാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് കയറി കണ്ടു നോക്കാം.